എന്നാൽ ഷാഫി മദ്ഹബിൽ വെള്ളിയാഴ്ചയും ജുമായും ഒപ്പം വന്നാലും പെരുന്നാളും ഒപ്പം വന്നാലും രണ്ടും നിർബന്ധമാണ്. അതിന് കാരണം ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് കൊണ്ട് മതിയാവുകയില്ല എന്നാണ് ഷാഫി അസൽ. ഇപ്പൊ ജുമാ ഫർദാണ് എന്നുള്ളത് ഖുർആനാണ്. ഈ ഘട്ടത്തിൽ ഒരു ജുമാ നിർബന്ധമില്ല എന്നത് ഹദീസാണ്. അപ്പൊ ഖുർആനിൽ വന്ന ഹുക്മിനെ ദുർബലപ്പെടുത്തുവാൻ ഹദീസ് മതിയാവുന്നത് ഖുർആൻ തന്നെ വേണം, അല്ലെങ്കിൽ മുതവാത്തിർ വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് പോരാ ഈ വിഷയത്തിൽ തെളിവായി പിടിക്കാൻ എന്ന ഷാഫി മദ്ഹബിന്റെ അസ്ൽ പ്രകാരമാണ് ഷാഫി മദ്ഹബിൽ ഇങ്ങനെ വന്നാലും ജുമാ നിർബന്ധമാണ് എന്ന് വന്നത്. അപ്പൊ പിന്നെ ഈ ഹദീസ് എന്ത് ചെയ്യും? ഹദീസ് സ്വഹീഹാണ്, നബി ഇമാം അടക്കം ഈ ഹദീസ് സ്വീകാര്യമാണ് പഠിപ്പിച്ച ആളാണ്. അപ്പൊ ഈ ഹദീസ് എന്ത് ചെയ്യും? അതിനവർ പറഞ്ഞ ന്യായമാണ് ഈ ഹദീസ്. ഉസ്മാൻ അഫ്ഫാന്റെ ഈ പ്രവൃത്തി, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവാരി പ്രാന്തപ്രദേശത്തുകാർ ഒരു വേണമെങ്കിൽ കാത്തു നോട്ടാലി പോയിക്കോട്ടെ. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതല്ലാതെ ഇത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഷാഫി മദ്ഹബുകാർ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിപ്പം ഈ സംസാരിച്ച ഉസ്താദ്മാർ പറഞ്ഞു വെച്ചാൽ അത് ദൂരെ വളരെ ദൂരത്തിൽ വരുന്ന ആളുകളാണ്, ഓൾക്ക് പിന്നെ ജുമാ നിർബന്ധം മുസാഫിറാണ് എന്നൊക്കെയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മുസാഫിറാകണമെങ്കിൽ 82 മൈൽ വേണം. അപ്പൊ 130 കിലോമീറ്ററുള്ള ആൾക്ക് യാത്രക്കാരന് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറയുള്ളൂ. 130 കിലോമീറ്റർ അപ്പുറത്ത് ഏതായാലും ഒരാൾ ജുമായ്ക്ക് പെരുന്നാക്കും ഉറപ്പല്ല. നബിയുടെ കാലത്ത് മദീനത്ത് പെരുന്നാൾ നിസ്കാരത്തിൽ 130 കിലോമീറ്റർ അപ്പുറത്തെ യാത്ര ചെയ്തിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു ദിവസത്തെ യാത്രയാണ് യാത്ര. ഒരു രാവും പകലുമുള്ള യാത്രയ്ക്ക് യാത്ര എന്ന് പറയുള്ളൂ. ആ യാത്രക്കാരനെ ജുമാ ഒഴിവാകും. ആ യാത്രക്കാരനെ എല്ലാ ഇടവും ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിൽ എങ്ങനെ വരിക? അപ്പൊ അങ്ങനത്തെ മുസാഫിനെ പറ്റി അല്ല വിഷയം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു ജുമാ നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരത്തിൽ വന്നവരെ ജുമാ നിർബന്ധമില്ല. വന്നാൽ നല്ല കാര്യം, സംശയമൊന്നുമില്ല. ജുമാക്ക് പങ്കെടുത്താൽ കൂടിയിട്ടും എല്ലാ നന്മയും ലഭിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ പള്ളിയായി സൗകര്യമായി വണ്ടിയുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ആ കൂലി നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നബിതങ്ങൾ നിർബന്ധമില്ല പറഞ്ഞ സംഗതി നമ്മൾ നിർബന്ധാക്കാൻ വകുപ്പുണ്ടോ? ഇവിടെ കാര്യം ഗൗരവമാണ്. ഇത് സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല. നബി പറയാം മൻ ശാഅ ഫൽയുസല്ലി, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചുകൊള്ളട്ടെ എന്ന് പറയാം. നിസ്കരിക്കാതെ മടങ്ങി പോവുകയാണെങ്കിൽ പെർമിഷൻ ഉണ്ട് എന്ന് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കാം. അപ്പൊ നബിതങ്ങൾ നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി ഇങ്ങനെ ഈ പ്രയോഗത്തിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം അല്ല, അത് നിർബന്ധമാണ് എന്ന് പറയുന്ന വകുപ്പുള്ളൂ. ഇന്നലെ ഒരു മുസ്ലിയാരിനെ വിളിച്ചു, ഇതിപ്പോ നിർബന്ധമില്ല പറഞ്ഞ ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു നബി നിർബന്ധമില്ല പറഞ്ഞപ്പോ നിർബന്ധം ആക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ല, അതിപ്പോ നബി ആ കാലത്ത് പറഞ്ഞല്ലേ ഈ കാലത്ത് പറ്റുമോ? നബി ആ കാലത്ത് മാത്രമല്ലല്ലോ, നബി ഖിയാമത്തോട് വിളിക്കല്ലേ. അപ്പൊ അവധ്യം അല്ല അങ്ങനെ പറഞ്ഞപ്പോ ആളുകളൊക്കെ ഒരു ഇളവ് കിട്ടാൻ നിൽക്കില്ല, പിന്നെ ആളുകൾ ജുമായ്ക്ക് വരൂലല്ലോ. ഇതിപ്പോ ഈ വഹി കൊടുത്ത അള്ളാഹ്ക്കറിയാലോ. ഈ സന്ദേശം നബിക്ക് വഹിയായി നൽകി അള്ളാഹ്ക്കറിയില്ല ഖിയാമത്ത് വരെ എന്നൊക്കെ നടക്കുന്നു. ഒരു സംഗതി നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണില്ല എന്നുള്ള വിശ്വാസം തീരുമാനിക്കാം. ഇപ്പൊ തറാവീഹ് നിർബന്ധമില്ലാതെ എന്നിട്ട് നമ്മളെ തറവിക്കൂട്ടില്ല. ഫർദിനേക്കാളും ആൾക്കാർ തറാവിക്കാൻ വരുന്നത്, നിർബന്ധമുള്ള ഫർദിനേക്കാളേറെ നിർബന്ധമില്ലാത്ത തറാവീഹ് മത്സരമാർ വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമില്ല പറഞ്ഞുകൂടി നന്മ മുടക്കുന്നില്ല. നബിതങ്ങൾ പഠിപ്പിക്കാൻ നിർബന്ധമില്ല. മൻ ശാഅ, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചുകൊള്ളട്ടെ എന്ന് നബിതങ്ങൾ പറഞ്ഞ സംഗതിയെ അല്ല അത് പറ്റൂല, അത് നിർബന്ധതയാണ് എന്ന് പറയാൻ വകുപ്പില്ല.